പൂനെയിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചവരിൽ മലയാളി പൈലറ്റും. കൊല്ലം കുണ്ടർ സ്വദേശി ഗിരീഷ് പിള്ളയാണ് മരിച്ചത്. പൈലറ്റ് പരംജീത് സിംഗ്, എഞ്ചിനീയർ പ്രീതം ഭരദ്വാജ് എന്നിവരാണ് മരിച്ച മറ്റു രണ്ടുപേർ. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകും. നോബിൾ, ഇപ്പോൾ മരിച്ചവരിൽ മലയാളി പൈലറ്റുമുണ്ട്, കൊല്ലം സ്വദേശിയാണ്. എന്താണ് ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരം? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? സ്മൃതി, ഇന്ന് പുലർച്ചെ 6:45 ഈ അപകടം ഉണ്ടാകുന്നത്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഏകദേശം കുന്നും ചെരുവുമുള്ള പ്രദേശത്തേക്ക് ഹെലികോപ്റ്റർ തകർന്നു വീണത്. സ്വകാര്യ ഹെലികോപ്റ്ററാണ് ഇത്. NCP നേതാവ് സുനിൽ തക്തരയ്ക്ക് വേണ്ടി ചാർട്ട് ചെയ്ത ഹെലികോപ്റ്ററാണ് എന്നാണ് വിവരം ഉള്ളത്. ഈ ഹെലികോപ്റ്റർ തകർന്നതിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ 2 പേർ പൈലറ്റുമാരും ഒരാൾ എഞ്ചിനീയറുമാണ്. പൈലറ്റുമാരിൽ ഒരാൾ മലയാളിയാണ് എന്നാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. കൊല്ലം കുണ്ട്ര സ്വദേശിയായ ഗിരീഷ് പിള്ളയാണ് ഇങ്ങനെ ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇദ്ദേഹം നേരത്തെ വ്യോമസേനയിലെ പൈലറ്റായിരുന്നു. അവിടുന്ന് വിരമിച്ച ശേഷമാണ് ഈ ഹെലികോപ്റ്ററിന്റെ പൈലറ്റായി അദ്ദേഹം നിയമിതരാകുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിന് പിന്നാലെ പ്രത്യേകിച്ച് മൂടൽമഞ്ഞ് അടക്കമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കാഴ്ചാപരിധി നന്നേ കുറവായിരുന്നു. അതാണ് അപകട കാരണം എന്നാണ് പ്രാഥമികമായ ഒരു വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അടക്കം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ രാവിലെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ഒരു പൈലറ്റ്, അതോടൊപ്പം തന്നെ അതായത് ഗിരീഷ് പിള്ള എന്ന പൈലറ്റ്, അതോടൊപ്പം തന്നെ മറ്റു സഹപൈലറ്റായ പരംജീത് സിംഗ്, ഒപ്പം എഞ്ചിനീയറായ പ്രീതം ഭരദ്വാജ് എന്നിവർ കൂടി ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ 3 പേർക്കാണ് മൊത്തത്തിൽ ഈ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ മൃതദേഹങ്ങളടക്കം അവിടെ നിന്ന് മാറ്റുന്ന നടപടികൾ അവരുടെ അവസാന ഘട്ടത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കും എന്നാണ് അറിയുന്നത്. സ്വകാര്യ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. സ്മൃതി, കൊല്ലത്തെ മലയാളി പൈലറ്റിന്റെ വീട്ടിൽ നിന്നും അഞ്ജന അനിൽകുമാറുണ്ട്. അഞ്ജന, ഇപ്പോൾ കൊല്ലത്തെ വീട്ടിലാണല്ലോ ഉള്ളത്. മൃതദേഹം എപ്പോൾ എത്തിക്കുമെന്നത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കുന്നുണ്ടോ? സ്മൃതി, ഞാനിപ്പോൾ ഉള്ളത് ഗിരീഷ് പിള്ളയുടെ വീട്ടിലാണ്. വിംഗ് കമാൻഡറായി വ്യോമസേനയിൽ നിന്നും റിട്ടയർ ചെയ്ത ആളാണ് ഗിരീഷ് പിള്ള. ഗിരീഷ് പിള്ളയുടെ വീട്ടിൽ കുറച്ച് മുൻപാണ് ബന്ധുക്കളെല്ലാം തന്നെ വിവരം അറിഞ്ഞത്. ഇവിടെ ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. നാട്ടിൽ വന്നിട്ടും ഒരുപാട് നാളായെന്നാണ് അടുത്ത ബന്ധുക്കൾ ദീർഘകാലമായി ഹൈദരാബാദിലായിരുന്നു താമസം. 2 മക്കളാണുള്ളത്. ഭാര്യയാണെങ്കിൽ നേരത്തെ അസുഖമായി മരിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഗിരീഷ് കുമാറിൻ്റെ സഹോദരൻ ചേരുന്നുണ്ട്. എങ്ങനെയാ കാര്യങ്ങളൊക്കെ, ബോഡിയുടെ കാര്യങ്ങളൊക്കെ? എൻ്റെ അനിയനാണ്. എയർഫോഴ്സിലായിരുന്നു, വിംഗ് കമാൻഡറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് രാവിലെ 6:30-ക്കാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. ബോംബെയിലെ പൂനെയ്ക്ക് അടുത്ത് വെച്ചാണ് ഈ ക്രാഷ് ഉണ്ടായെന്നാണ് അറിയുന്നത്. അവർ മൊത്തം 3 പേരുണ്ടായിരുന്നു. 3 പേരും മരണപ്പെട്ടു. ബോഡി കൊണ്ടുവരുന്ന കാര്യം മിക്കവാറും രാത്രിയാവുമെന്നാണ് പറയുന്നത്. സംഭവം 2 മക്കളാണുള്ളത്. ഒന്ന് കവിതയും രാഹുലും. ഒരാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. വൈഫ് മരിച്ചു പോയിട്ടിപ്പം 6 വർഷം കഴിഞ്ഞു. വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. എല്ലാവർക്കും വലിയ വിഷമമാണ്. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിപ്പോയി. ഈ അടുത്ത സമയത്ത് ഇവിടെ പിണറായി വിജയനെ കൊണ്ട് വന്നിരുന്നു. കൊട്ടാരക്കര ദേവതി എന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഇന്ന് രാവിലെ 6:30-യോടെ വിവരം അറിയുന്നത്. അപ്പോൾ അതിനുള്ള പേപ്പറെല്ലാം പ്രൊസീഡിങ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും രാത്രിയോടെ എത്തുമെന്നാണ് പറയുന്നത്. ചേട്ടൻ ഹരി കെ പിള്ള അവിടെ ഉണ്ട്. പുള്ളി IIT-യിലെ എഞ്ചിനീയറാണ്, ചെന്നൈ. സംഭവം അത്രയാണ്. സ്മൃതി, ഇന്ന് രാത്രിയോടെ മൃതദേഹം എത്തുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ നമ്മളെ അറിയിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. പലരും വിവരമറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. അകത്ത് അമ്മയും അടുത്ത ബന്ധുക്കളും എല്ലാവരും തന്നെയുണ്ട്. അവർ ഈ വാർത്ത ഉൾക്കൊള്ളാനാകാതെ ആകെ തളർന്ന അവസ്ഥയിലാണ്. ഇന്ന് രാത്രിയോടുകൂടി എന്തായാലും മൃതദേഹം ഇവിടെ എത്തുമെന്നാണ് അറിയുന്നത്. അതിന് വേണ്ട നടപടിക്രമങ്ങളും കാര്യങ്ങളും എല്ലാം ശരിയാക്കാനായി ഗിരീഷ് പിള്ളയുടെ സഹോദരൻ അവിടെ തന്നെയുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ ബോഡി എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്മൃതി, ശരി. അഞ്ജന, കൊല്ലത്തെ ഗിരീഷ് പിള്ളയുടെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. ഗിരീഷ് പിള്ളയുടെ സഹോദരൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്.